ഇരിക്കുന്നത്. അവർക്ക് നേരെയാണ് പോലീസിന്റെ നടപടികൾ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരിക്കേഡിന് സമീപത്ത് കൂടി മറുവശത്തേക്ക് കടക്കാൻ, DPIക്ക് സമീപത്തേക്ക് കടക്കാൻ പ്രതിഷേധക്കാർ നടത്തിയ ശ്രമം പോലീസ് ബലം പ്രയോഗിച്ച് ചെറുക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ലാത്തി ഉപയോഗിച്ച് അവരെ വിരട്ടി ഓടിക്കാൻ നേരത്തെയും 2 തവണ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫലം കണ്ടില്ല. അതിനുശേഷവും മറുവശത്ത് കൂടി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാനായി ഈ പ്രതിഷേധക്കാർ നടത്തിയ ശ്രമത്തിന് നേരെയാണ് പോലീസ് ഇപ്പോൾ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിലാണ് KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, ജലപീരങ്കി പ്രയോഗിച്ചു. ഈ പ്രതിഷേധം ക്രമസക്തമാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ അങ്കണവാടിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവമാണ്. കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. കണ്ടനാട് JBS LP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കണ്ടനാട് നിന്ന് ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, വലിയ രീതിയിൽ ഒരു ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമായിരുന്നല്ലോ. കാരണം കുട്ടികൾ അവിടെ എത്തിയില്ല, അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. എന്താണ്, കാലപ്പഴക്കമാണോ ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴാനുള്ള കാരണം? ടോം, കാലപ്പഴക്കം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇതാണ് കണ്ടനാട് JBS സ്കൂളിൽ ഇപ്പോൾ LKGയും അതോടൊപ്പം തന്നെ അംഗനവാടിയും പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും, ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ തൂണുകളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ തൂണുകളെല്ലാം കാലപ്പഴക്കം കൊണ്ട് തന്നെ ഈ തൂണുകളെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. ഏത് സമയവും ബാക്കിയുള്ള അതിൻ്റെ കെട്ടിട ഭാഗങ്ങൾ കൂടി ഏത് സമയത്തും ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇതിനകത്ത് ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം. അത് വളരെ പെട്ടെന്ന് ഇത് ഒരു നിമിഷം കൊണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ മേൽക്കൂരി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഇവിടെ അങ്കണവാടിയിലും 6 കുട്ടികളും അതോടൊപ്പം തന്നെ LKG അവിടെയും 6 കുട്ടികളുമാണ് ഉണ്ടായത്. അങ്ങനെ 12 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ക്ലാസ് തുടങ്ങുന്നതിന് അല്പസമയം മുൻപ്, അതിനു മുൻപായിരുന്നു അവർ ഈ കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്ന്, സത്യത്തിൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. കാരണം അത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ ദൃശ്യങ്ങൾ കാണുക, മേൽക്കൂര മുഴുവനായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വന്നിരുന്നു. ഇതിനകത്തായിരുന്നു ആ കുരുന്നുകൾ വന്നിരിക്കേണ്ടത്, പഠിക്കേണ്ടതെല്ലാം. ഇവിടെ അധ്യാപകരുണ്ടായിരുന്നു, അനധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആ ക്ലാസ് സമയത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരുന്നില്ല ഈ ഒരു സമയം ഉണ്ടാകുക. വലിയ രീതിയിലേക്ക് ആ ഒരു ദുരന്തത്തിലേക്ക് അത് മാറുമായിരുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് JBS LP സ്കൂൾ. അതിനുശേഷം അവിടെ അപ്പുറത്ത് പുതിയ കെട്ടിടം പണിത് അവിടേക്ക് മാറുകയും ചെയ്തു. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിലായിരുന്നു ഈ അംഗനവാടിയും അടക്കം ഇവിടെ എല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം ഇത് പലതവണ ഇത് അറ്റകുറ്റപ്പണികൾ നടത്തണം, അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് സ്കൂളിലെ ലിസ്റ്റ് ചേച്ചി ആയിരുന്നു. ലിസ്റ്റ് ചേച്ചി വളരെ പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇവിടെ ശബ്ദം വരുന്ന കേട്ട വളരെ പെട്ടെന്ന് മാറിയിരുന്ന് ചൂലുമായിട്ട് ഇതിനകത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. നമുക്കൊപ്പം ലിസ്റ്റ് ചേച്ചി കൂടിയുണ്ട്. അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ എന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ 9:15 ആയപ്പോഴത്തേനും ഇവിടെ വന്നു. അംഗൻവാടി തുറന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർ വന്നു തുടങ്ങിയപ്പോഴത്തേനും ക്ലീൻ ചെയ്ത് വരാന്ത ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേനുമാണ് ടീച്ചർ അപ്പുറത്തുനിന്ന് വന്നത്. ജിസ്റ്റേച്ചെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് പെട്ടെന്ന് ഒരു സൗണ്ട് ഞങ്ങൾ കേട്ടത്. സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടേക്ക് ഓടേണ്ടതെന്നായിപ്പോയി. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞൊരു ഒച്ച ഞങ്ങൾ കേട്ടത്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് പോകാൻ ഇങ്ങോട്ടേക്ക് ഞാൻ ഇവിടുന്ന് ചാടി ഇവിടുന്ന് വീണ് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോഴത്തേനും സംഗതി നിലം പൊത്തിയായിരുന്നു. സെക്കൻഡ് കൊണ്ട് നിലം പൊത്തി. ടീച്ചർമാർ എങ്ങോട്ടേക്ക് പോയെന്ന് പോലും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് കണ്ണുപോലും അറിയാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. കണ്ണിൽ ഇരുട്ട് കയറിയപ്പോൾ ഞാൻ കിളിയിൽ വിറയ്ക്കുമായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് പേടിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞും വരുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കയറ്റില്ല. അവിടെ ഞങ്ങളവിടെ നിൽക്കുകയോ ചെയ്തത്. ഞാൻ 2016 ഇവിടെ ജോലിക്ക് ചെയ്തത്. ഞാൻ വേറെ അംഗൻവാടിയിലായിരുന്നു. ഈ കെട്ടിടത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ പഞ്ചായത്തിൽ പല പ്രാവശ്യം അപേക്ഷയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുള്ളൂ. ആരും ശ്രദ്ധിക്കാറില്ല. നമുക്ക് എപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലേ കുട്ടികൾ ഇതിനകത്ത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ദൈവത്തിനൊരു വലിയ കൃപ കൊണ്ടാണ് എൻ്റെ മക്കൾ ഇതിനകത്ത് ഇല്ലാഞ്ഞതും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം, ഞാനും പോകുമായിരുന്നു, എൻ്റെ മക്കളും എല്ലാം ഇന്നത്തെ
തീർന്നു പോയാൽ ഞങ്ങൾ അതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു. കുഞ്ഞുങ്ങളാരും വന്ന് പെടാഞ്ഞതിൻ്റെ വലിയൊരു ദൈവകൃപയാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും രക്ഷപ്പെട്ടത്. അന്വേഷിച്ചെത്തിയോ അതിനുശേഷം? പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ വരും എടുക്കുകയൊക്കെ ചെയ്തു. പല സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടും പോയിട്ടുണ്ട്. മറുപടി ഒന്നും പറഞ്ഞില്ല. അലിച്ചേച്ചിയുടെ വാക്കുകളിലുണ്ട് അവർ കുട്ടികളോട് എത്രമാത്രം ഒരു അടുപ്പം പുലർത്തുന്നത്. എൻ്റെ കുട്ടികൾ വരുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയുന്നു. എൻ്റെ കുട്ടി ഒരാൾ വന്ന് പുറത്ത് നിൽക്കുന്ന സമയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം ഒരു അടുപ്പം അവരോടെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ ഞെട്ടൽ വളരെയധികം കൂടുതലാകുന്നത്. കാരണം തൻ്റെ കുട്ടികൾ എല്ലാം ഇവിടെ എത്തുന്ന ഒരു സമയത്ത് ആണിത് സംഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും എല്ലാവരും തന്നെ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ആശ്വാസത്തിനിടയ്ക്കും അവർക്ക് ആ ഒരു പകപ്പിൽ നിന്ന് മാറിയിട്ടില്ല. നമുക്ക് അവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെല്ലാം തന്നെ നാളെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി വാങ്ങിക്കൂട്ടിയ അലങ്കരിക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളുമെല്ലാം തന്നെ ഉണ്ട്. നാളെ ആഘോഷം നടത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അത്തരമൊരു ആഘോഷം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. പക്ഷേ അതിന് മുൻപാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് ആരുമില്ലാതിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം ഈ രീതിയിലേക്ക് കലാശിച്ചതുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് തന്നെയാണ് ടോം ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇതൊട്ടും സുരക്ഷിതമല്ല എന്നവർ പറയുന്നതിനകത്ത് നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ പോലും ഇതൊട്ടും സുരക്ഷിതമല്ല. കാരണം ഇതിൻ്റെ തൂണുകളെല്ലാം തന്നെ ഇളകി നിൽക്കുന്നൊരവസ്ഥയാണ്. നേരത്തെ കാണിച്ചതുപോലെ ഏത് സമയത്തും ഇത് ബാക്കിയുള്ള ഒരു അസ്ഥിവാരം എന്ന് പറയാവുന്നൊരു ഘട്ടത്തിൽ സ്ഥിതിയിലാണിപ്പോൾ. അത് ബാക്കി കൂടി ഏത് സമയത്തും കൂടി തകർന്ന് താഴേക്ക് വീഴാവുന്ന ഒരവസ്ഥയാണ്. മുകളിൽ ഒടിഞ്ഞു നിൽക്കുന്നതും ആടിത്തൂങ്ങിയതുമായ ഓടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ചട്ടവും ഈ ഓട് താങ്ങിയിരുന്ന ചട്ടവും എല്ലാം തന്നെ ബാക്കി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു അവസ്ഥ. ഇതിനകത്ത് ആരും പെടാതിരുന്നത് അത്ര തന്നെ ഭാഗ്യം എന്നെല്ലാം തന്നെ നമുക്ക് പറയാം. കാരണം കുട്ടികൾ വരുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ഇത് സംഭവിക്കുന്നത്. ഭാഗ്യം കൊണ്ട് അവരെ ഇതിനകത്തേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കൂ. നേരത്തെ ലിസ് ചേച്ചി പറഞ്ഞതുപോലെ പലതവണ പരാതികൾ പറഞ്ഞിരുന്നു. പലതവണ പലരോടും തന്നെ ഇതിന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് അനുകൂലമായ യാതൊരുവിധ നടപടിയോ മറുപടിയോ ഉണ്ടായില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ. തീർച്ചയായും ഡാനി, നമുക്കറിയാം ഇതുപോലെ ഒരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നടപടികൾ ഉണ്ടാകുന്നത്. ഇവിടെ ഭാഗ്യം കൊണ്ട് വലിയ ദുരന്തം സംഭവിച്ചില്ല. പക്ഷെ ആ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ആ സ്ഥലം നഷ്ടപ്പെടുന്നു, ആ ക്ലാസ് മുറി നഷ്ടപ്പെടുന്നു, ഇനി അവരുടെ പഠനം എവിടെയാണ്, ഇത്തരം പല ചോദ്യങ്ങൾ അവിടെ ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്നാണ്. കാരണം പഞ്ചായത്ത് മെമ്പറുടെ അടുത്തും പഞ്ചായത്ത് അധികാരികളുടെ അടുത്തുമൊക്കെ ഈ കാര്യം ബോധിപ്പിച്ചു. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും ഇവിടെ മെയിൻ്റനൻസ് പണി നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടു വന്ന ചേച്ചി പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ ഇപ്പോഴും ഭയം നിഴലിക്കുന്നുണ്ട്. ഇതാരാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ? ആരാണ് ഇതിന് മറുപടി നൽകേണ്ടത് ഡാനി? തീർച്ചയായും ഉദയംപേരൂർ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അവർ നടപടിയെടുക്കേണ്ടതാണ്. കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ആ കാര്യങ്ങൾ പറയേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ പരിസരവാസികളടക്കമുള്ളവർ ചേരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാലപ്പഴക്കം, കാരണങ്ങൾ, ഇതെല്ലാം കുറിച്ച് നമ്മൾ പലതവണ പരാതിപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഒരുപാട് തവണ ഇവിടുത്തെ ജീവനക്കാരനെ പരാതിപ്പെട്ട കേസാണ്. ഇപ്പം ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ അവർ അങ്ങനെ തന്നെ പറഞ്ഞത്. പിന്നെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ തൂണ് ചാരി നിൽക്കുന്ന സമയത്താണ് ഈ ഞെരിങ്ങണ സൗണ്ട് കേട്ടിട്ട് ചേച്ചി അങ്ങോട്ട് ചാടുകയോ ചെയ്തത്. ആ ചാട്ടത്തിൻ്റെ സമയത്ത് ഫസ്റ്റ് കയറാനുള്ള കുട്ടി ഗേറ്റിൻ്റെ അവിടെ വീഴുകയും ചെയ്തു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. മഹാഭാഗ്യം എന്ന് വേണത് പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാലപ്പഴക്കം ചെന്ന സാധനത്തിൻ്റെ പല കാര്യങ്ങളും ധരിപ്പിച്ചിട്ട് പോലും അതൊന്നും ചെയ്യാൻ ഇതായിട്ട് കാണിച്ചില്ല. പിന്നെ തൊട്ടപ്പുറത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്, ഇതേ രീതിയിൽ തന്നെ. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഇന്ന് സെലിബ്രേഷൻ ഉച്ചയ്ക്ക് ശേഷം അവർ പ്രാക്ടീസ് ചെയ്തിട്ട് നാളത്തെ സെലിബ്രേഷന് വേണ്ടി കൊണ്ടുവരുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ കാണുന്നത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ള, മഹാഭാഗ്യം കൊണ്ട് ഒരാളുടെ മേത്തുനിന്ന് പോലും ഒരു തുള്ളി ചോര വീണില്ല എന്നുള്ളത് ദൈവത്തിനോട് നന്ദി പറയുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മഹാഭാഗ്യം തന്നെയാണ് ഉണ്ടായത്. കാരണം അല്ലായെങ്കിൽ നമ്മൾ രാവിലെ ഈ വാർത്ത ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു, പക്ഷേ ആർക്കും തന്നെ പരിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസത്തിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആഘാതം മനസ്സിലാകും. എത്ര വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്നതിൻ്റെ നേർചിത്രമാണിത്. കാരണം ഇതിനകത്ത് ഇരുന്ന് പഠിക്കേണ്ട 12ഓളം പേർ, 6 പേർ ഇവിടെയും അതിനപ്പുറത്തുള്ള ക്ലാസ്സിൽ 6 പേരുമായിട്ട് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഒരു അല്പമാത്രം. കാരണം
ക്ലാസ് തുടങ്ങുന്നതിന് ഏതാനും നിമിഷം മുൻപ് മാത്രമാണ് ഇത് സംഭവിച്ചത്. വന്നിരുന്ന ഒരു കുട്ടിയെ ചേച്ചി തൊട്ട് അപ്പുറത്തേക്ക് ആ സമീപത്ത് അവിടെ നിൽക്കാനായിട്ട് പറയുകയും അവർ ഇവിടെ ഇതിനകത്ത് തൂത്തുവാരുകയും എല്ലാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചൂല് അടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ നിന്ന് ചാടി പുറത്തേക്ക് വന്നപ്പോൾ അവരിവിടുന്ന് വീണുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു കുട്ടിയോട് അവിടെ നിൽക്കാനെല്ലാം പറഞ്ഞിരുന്നു. അത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് സമയത്തിലേക്ക് കുറച്ച് നീണ്ടുപോയിരുന്നില്ല, നമുക്കത് പറയാൻ പോലും അങ്ങനെ പറയരുത്. പക്ഷേ വലിയ രീതിയിലേക്ക് ഒരു ദുരന്തത്തിലേക്കെല്ലാം തന്നെ പോകുമായിരുന്നു. നമ്മുടെ കൺമുന്നിൽ ഇതാകുമായിരുന്നില്ല കാഴ്ച എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും വലിയ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥ കണ്ട കണ്ണു തുറക്കേണ്ടതാണ് അധികാരികൾ. കാരണം ഇതുപോലുള്ള ഇത്തരം പരാതികളും പരിദേവനങ്ങളും എല്ലാം നിരവധി ഉടനടി നടപടിയെടുക്കേണ്ടത് സംഭവിക്കാതിരിക്കട്ടെ എന്നത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ ഇവിടെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർ തന്നെ മറുപടി പറയേണ്ടതാണ്. പക്ഷെ ഈ കുട്ടികളുടെ തുടർ പഠനം ഇനി എവിടെയായിരിക്കും? ആ കാര്യത്തിന് കൂടി ഒരു മറുപടി നൽകേണ്ടതല്ലേ? ആരാണ് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? തുടർ പഠനം എവിടെയായിരിക്കും കുട്ടികളുടെ? ടോമ, ഇതിന് തൊട്ടപ്പുറത്ത്, കാരണം ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഈ GGBS എന്ന് പറയുന്നത് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു വിദ്യാലയമാണ്. 4 വരെ ഒരു ബേസിക് സ്കൂൾ എന്ന രീതിയിലുള്ളതായിരുന്നു. ഇതിന് ശേഷം ഇതിന് തൊട്ടപ്പുറത്ത് അത് ഒരു നല്ല കെട്ടിടത്തിൽ അത്തരം സംവിധാനങ്ങൾ, ക്ലാസ് മുറികളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പഴയ ക്ലാസ് മുറികൾ അത് ഉപയോഗിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതിൽ അങ്കണവാടിയും അതോടൊപ്പം തന്നെ ഈ LKGയും സംഘടിപ്പിച്ചത്. 12 കുട്ടികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അവരെ താൽക്കാലികമായിട്ട് അവിടേക്ക് മാറ്റുവാനുള്ള ഒരു സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെ പഠനം മുടങ്ങില്ല. പക്ഷേ അതിനപ്പുറം ഇതിന് ഇനിയും സുരക്ഷിതമായിട്ട് ഇവർക്ക് ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ രീതിയിലേക്കെല്ലാം തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള സത്രമായ നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഈ രക്ഷപ്പെടലുകൾ എല്ലാ സമയത്തും എല്ലായിടത്തും തന്നെ അങ്ങനെ ഉണ്ടായാൽ നല്ലത്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളമാണ് എന്നത് കൂടി അത് പരിശോധിക്കണം. ആ രീതിയിലേക്ക് എവിടെയും ആരെയും തള്ളിവിടാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അതിൽ നിന്ന് തൊട്ടടുത്ത മുറി ഇതാണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു LKG ഭാഗമെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ കെട്ടിടം മുഴുവനായും തന്നെ പൊളിച്ച് നീക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. അത്തരം സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്കടക്കം കടക്കേണ്ടതുണ്ട്. എന്തായാലും അതിന് തൊട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ഭാഗത്താണ് പുതിയ കെട്ടിടമടക്കമുള്ള കാര്യങ്ങൾ പണിതീർത്തിട്ടുള്ളത്. അതിൽ താരതമ്യേന മികച്ച കെട്ടിടങ്ങളെല്ലാം തന്നെയാണ് അവിടെ. അതെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും അവർക്ക് ഈ കുട്ടികളുടെ ഒരു തുടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ദിവസങ്ങളെല്ലാം അവർക്ക് നഷ്ടമാകാതിരിക്കും. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിറകിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. കാരണം ഈ രീതിയിൽ മുഴുവനായിട്ട് ഈ മേൽക്കൂര എന്ന് പറയുന്ന ഈ ഭാഗം ഇത് നോക്കുക. ആ മേൽക്കൂര മുഴുവനായിട്ട് അതിനകത്തേക്ക് ഇരുന്ന് പോയിരിക്കുകയാണ്. പൂർണ്ണമായും തന്നെ തകർന്ന് അതിനകത്തേക്ക് വീണു. അതിൽ നിന്ന് ആരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കി നിൽക്കുന്നു എന്നതാണ്. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു അലംഭാവവുമില്ലാതെ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതിൽ നേരത്തെയും നൽകിയ പരാതികളടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണ്ടതായിരുന്നു. ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതായിരുന്നു എന്ന് മാത്രമേ ഇതിനടുത്ത് നിന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നടന്നത് തികച്ചും വലിയ രീതിയിൽ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം കണ്ടനാടാണ് അങ്കനവാടി കെട്ടിടം തകർന്നു വീണത്. കുട്ടികൾ എത്തുന്നതിന് മുൻപ് ആണ് ഈ ദുരന്തം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. പക്ഷെ ഇതുപോലെ കാലപ്പഴക്കം ചെന്ന പല കെട്ടിടങ്ങളിലും നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെയും പഞ്ചായത്ത് അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതുപോലെ ദുരന്തം ഒഴിവാക്കേണ്ടതാണ്. പല കുടുംബങ്ങളുടെയും വില്ലൻ മദ്യവും ലഹരിയുമൊക്കെയാണ്. മദ്യപിച്ച് ലക്കുകെട്ട് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കളെക്കുറിച്ചും ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഭർത്താക്കന്മാരെക്കുറിച്ചുമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കൊച്ചി വെണ്ണലയിൽ ഒരു
വൃദ്ധമാതാവിൻ്റെ ദുരൂഹമരണം കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടാൻ ശ്രമിച്ചത് സ്വന്തം മകനാണ്. വെണ്ണല സ്വദേശിനി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. സംശയമുണ്ടോ? അല്ല, ഞാൻ പറയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്. ഈ മകന്റെ മൊഴി എന്താണ്? അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കണം. നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പറയാം. ബോധമുണ്ടോ സാർ? ഇയാള് മദ്യപിച്ചിട്ടുണ്ടോ? ഈ സമയത്ത് നല്ല മദ്യലഹരിയിലാണ്. ഓക്കെ. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളും ഉണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദീപ് പൊതുവെ മാന്യനാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ വയലന്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമായിട്ട് പിന്നെ അത് അയാൾ നിർത്തിയിരുന്നു ചികിത്സിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിയായപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത്. മുറ്റത്തൊരു കുഴി എടുത്തിട്ട് അവിടെ ഇവർ ഈ സ്ത്രീയെ അല്ലിച്ചേച്ചി അവിടെ കിടത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എപ്പോഴും വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളവും കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ്. പുള്ളിക്ക് ഇവിടെ ടയർ കടയുണ്ട്. ടയർ കട ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഇതുപോലെ പല ദുരൂഹ മരണങ്ങളും നമ്മൾ കേൾക്കാറുള്ളതാണ്. അവിടെ കൊലപാതക സാധ്യതയിലേക്കൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ സംഭവത്തിൽ ഈ അല്ലി എന്ന വൃദ്ധമാതാവിൻ്റെ മരണത്തിൽ പോലീസ് നൽകുന്ന വിവരം എന്താണ്? സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണോ പോലീസ് വ്യക്തമാക്കുന്നത്? എന്തായാലും പാലാരിവട്ടം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അല്ലിയുടെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊരു കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നതിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുകയുള്ളൂ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗത്തിന്റെയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയോ അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ മകൻ പ്രദീപാണ് കൊലപ്പെടുത്തിയതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാനും കഴിയില്ല. കാരണം പോലീസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി പ്രമേഹ രോഗിയായ അമ്മയാണ്. അപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മരണപ്പെട്ടതാണെങ്കിൽ അതിനുശേഷം മകൻ നല്ല മദ്യപാനിയായിരുന്നു. ഈ പോലീസ് ഈ മകനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലും അമിതമായി മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്കത് കൃത്യമായി കാണാനും കഴിയും. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഈ മദ്യപാനിയായ മകൻ ബോധമില്ലാതെ അമ്മ മരിച്ചെന്ന് അറിഞ്ഞതിനെ തുടർന്ന് കുഴിച്ചിട്ടതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും പോലീസ് തന്നെ അത് പറയട്ടെ. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് മകൻ പ്രദീപ് വീട്ടുമുറ്റത്തിൽ ഒരു കുഴി മൂടുന്നതായി അയൽവാസിയും ബന്ധുവുമായിട്ടുള്ള യുവതി കാണുന്നത്. ഇവർ ഉടനെ തന്നെ കൗൺസിലറെ വിളിച്ചറിയിച്ചു. അസ്വാഭാവികമായി അവിടെ എന്തോ കണ്ടു എന്ന്. കൗൺസിലറാണ് പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് അവിടെ എത്തിയ സമയത്ത് തന്നെ പ്രദീപും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് എത്തുമ്പോൾ പോലും പ്രദീപ് ഈ ഓടി രക്ഷപ്പെടുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. പോലീസിനോട് പറഞ്ഞു അമ്മ മരിച്ചു, അതിനുശേഷം ഞാൻ കുഴിച്ചിട്ടതാണെന്ന്. അയൽക്കാർ പറയുന്നത് ഈ അമ്മ മരിച്ചു, അതായത് ഈ പോലീസ് എത്തുന്ന സമയത്തിനുള്ളിൽ തന്നെ പ്രദീപ് അയൽവാസികളോട് വീടുകളിൽ കയറി പറയുന്നുണ്ടായിരുന്നു അമ്മ മരിച്ചു, കുഴിച്ചിടാൻ സഹായിക്കണമെന്ന്. പക്ഷേ മദ്യപാനത്തിലായതിനാൽ അവരാരും അത് കാര്യമായി എടുത്തില്ല. കാരണം സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, നാട്ടുകാർക്കും ശല്യമായ ഒരു വ്യക്തി തന്നെയായിരുന്നു പ്രദീപ്. എന്തായാലും പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ തന്നെ ആഴത്തിലുള്ള കുഴിയൊന്നും ആയിരുന്നില്ല. പോലീസ് തന്നെ അത് മണ്ണ് മാറ്റിയപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിലാണ് പ്രദീപ് ഉള്ളത്. നാട്ടുകാർ പോലീസ് പറയുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ പ്രദീപ് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷമാണ് താൻ കുഴിച്ചിട്ടതെന്ന് തന്നെയാണ് പ്രദീപ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഈ അമ്മ മരിച്ചത്? ഒരു സഹോദരി കൂടിയുണ്ട്, അതായത് അല്ലിക്കൊരു മകൾ കൂടിയുണ്ട്. ഈ മകളെ വിളിച്ചറിയിക്കേണ്ടേ അല്ലെങ്കിൽ നാട്ടുകാരെയെങ്കിലും ഇത് പറയണ്ടേ? അങ്ങനെ ഒന്നും തന്നെ പ്രദീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് ഇവിടെ ഒരു അസ്വാഭാവികത ഉന്നയിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് പ്രകാരം അല്ലി പ്രമേഹ രോഗിയാണ്. കാലിൽ വ്രണമൊക്കെ വന്ന് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ കിടപ്പ് രോഗി ആയിരുന്നില്ല. അത്യാവശ്യം അയൽക്കാരുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന
വ്യക്തി കൂടിയായിരുന്നു അല്ലി. ഈ മരിക്കുന്നതിന്, അതായത് ഇന്നലെയൊക്കെ അല്ലിനെ കണ്ടവരുണ്ട്, അപ്പോഴൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി അല്ലിയും മകനും തമ്മിൽ വലിയ രീതിയിൽ വീട്ടിൽ ബഹളമുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഈ ബഹളം നിരന്തരം നടക്കുന്നതിനാൽ ആ നാട്ടുകാരൊന്നും ഇടപെട്ടിരുന്നില്ല. ഇതിനു മുൻപ് പലതവണ ഈ ബഹളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണോ ഈ പ്രദീപ്? അതിന്റെ ഈ അമ്മയുമായിട്ടുള്ള വഴക്കിനിടെ ഒരു അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ അത് അറിയാതിരിക്കാൻ ഇയാൾ കുഴിച്ചുമൂടി എന്ന ഒരു സംശയം പോലീസിനുണ്ടോ? അങ്ങനെ ഒരു സംശയമുണ്ട് പോലീസിന്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസും കാത്തിരിക്കുന്നത്. പ്രദീപ് ഇപ്പോഴും പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടു എന്നാണ്. പക്ഷെ നല്ല മദ്യപാനത്തിലാണ്, ബോധമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് ആ മൊഴി മുഖവുരയ്ക്കെടുക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. നാട്ടുകാർ പറയുന്നത് ഈ ഓണത്തിന് മുൻപ് വരെ പ്രദീപ് നല്ല രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഓണത്തിന് ശേഷമാണ് പ്രദീപ് അമിതമായി മദ്യപിക്കുകയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. പ്രദീപിന്റെ ഭാര്യ BSNL ജീവനക്കാരിയാണ്. അവർ പിണങ്ങിപ്പോയി. 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ഭാര്യയുടെ കൂടെയും രണ്ടാമത്തെ മകൻ പ്രദീപിന്റെ കൂടെയുമാണ്. ഇന്നലെ രാത്രി വീട്ടിൽ വലിയ രീതിയിൽ തർക്കമുണ്ടായപ്പോൾ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി, അതായത് പ്രദീപിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. പിന്നീടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് മകനും പോലീസിന് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് ചെറുമകനും, അതായത് അല്ലിയുടെ ചെറുമകനും പോലീസിന് മുന്നിലെത്തിയതും സംഭവ സ്ഥലത്തെത്തിയതും. വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രദീപിന്റെ സഹോദരിയും അവിടേക്ക് എത്തുകയും ചെയ്തത്. അവരും പറയുന്നുണ്ട്, കുറച്ച് നാളുകളായി അമ്മ വിളിക്കാറുണ്ടായിരുന്നില്ല. കാരണം പ്രദീപ് അമ്മയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് സ്വന്തമായി ഫോൺ ഇല്ലാത്തതുകൊണ്ട് മകളുമായി ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അയൽക്കാരുമായിട്ട് അല്ലി ഇടയ്ക്കൊക്കെ സംസാരിക്കുമായിരുന്നു. പ്രദീപിന്റെ മദ്യപാനത്തെ കുറിച്ചൊക്കെ നാട്ടുകാർക്കും അറിയാം. ഇതിനു മുൻപ് ബഹളമുണ്ടായപ്പോൾ നാട്ടുകാരും കൗൺസിലറും ഒക്കെ ഇടപെട്ട് പ്രദീപിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് നാട്ടുകാർക്കും അറിയില്ല. പോലീസാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തേണ്ടത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതല്ല, മരണത്തിൽ ദുരൂഹതയുണ്ട്. ഇത് കൊലപ്പെടുത്തിയ ശേഷം മകൻ കുഴിച്ചുമൂടിയതാണോ എന്നൊരു സാധ്യത പോലീസ് പരിശോധിക്കുന്നു. അതല്ല മറ്റേതെങ്കിലും മരണത്തിന്, അമ്മ മരിച്ചത് ശേഷം ഈ മനോനില തെറ്റി പിന്നീട് ഈ മദ്യലഹരിയിൽ കുഴിച്ചുമൂടിയതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ബലാത്സംഗ കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടു. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. അമിത്ഷായുടെ അംബേദ്കർ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റ് വളപ്പിൽ നാടകീയ രംഗങ്ങൾ. നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ. ബഹളത്തിൽ മുങ്ങിയ രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയിട്ടതായി ആരോപിച്ച് BJP MP പ്രതാപ് ചന്ദ്ര സാരംഗ്. കോണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി വന്ന് ഒരു MP-യെ തള്ളിയിട്ടുവെന്നും തന്റെ മേൽ വീണുവെന്നും സാരംഗി. രാഹുൽ ഉണ്ടാക്കിയ സംഭവമാണ് താനും വീഴാൻ ഇടയാക്കിയതെന്നും BJP MP. BJP MP-മാർ പാർലമെന്റ് കവാടത്തിന് സമീപം വഴി തടഞ്ഞെന്ന് രാഹുൽ ഗാന്ധി. തന്നെ തള്ളിയിടുകയും ഭീഷണിപ്പെടുത്തുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. രാഹുൽ തള്ളിയ കാരണം പരിക്കേറ്റുവെന്ന് BJP MP-യുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവം നടന്നെന്ന് സംബന്ധിച്ച് രാഹുൽ പാർലമെന്റിനുള്ളിൽ കയറുന്നത് തന്റെ അവകാശമാണെന്നും പറഞ്ഞു. അംബേദ്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ BJP കോൺഗ്രസ് MP-മാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം അമിത്ഷായുടെ വാക്കുകൾ വളച്ചൊടിച്ച് പ്രതിപക്ഷം അംബേദ്കറിനെ അപമാനിക്കുന്നുവെന്ന് BJP-യും ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി KPCC-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. DCC-കളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും. അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചു കളഞ്ഞ് ചരിത്രം വളച്ചൊടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം.
കൊച്ചി വെണ്ണലയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസ് കസ്റ്റഡിയിൽ. അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടെന്ന് മകന്റെ മൊഴി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പോലീസ്. സ്പോട്ട് ലൈവ് തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി. പരാതികൾ നോഡൽ ഓഫീസർമാർക്ക് കൈമാറാമെന്ന് കോടതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും SITക്ക് പരാതി നൽകാം. പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി 31 വരെയും നൽകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന ആവശ്യവുമായി നടി രഞ്ജിനിയും കോടതിയെ സമീപിച്ചു. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, നേരത്തെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല പ്രമുഖർക്കെതിരെയും കേസുകൾ എടുത്തതാണ്. നടനും MLAയുമായിട്ടുള്ള മുകേഷ്, സിദ്ദിഖ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബുരാജ് ഉൾപ്പെടെ പല പ്രമുഖരും ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു. പല പ്രമുഖർക്കെതിരെയും കേസെടുത്തിരുന്നു. പക്ഷെ നിലവിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 50 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് പറയുന്നു. ഇത് ഏതൊക്കെ കേസുകളാണെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ ഹരികൃഷ്ണൻ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ താരനിര തന്നെയായിരുന്നു ഈ കേസുകളിലൊക്കെ തന്നെ അകപ്പെട്ടിരുന്നത്. അതിൽ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ തന്നെ 9 കേസുകളോളം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 50 കേസുകളിൽ 4 എണ്ണമാണ് കൃത്യമായി പൂർത്തിയാക്കിക്കൊണ്ട് സർക്കാർ കേസ് അന്വേഷണം നൽകിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോഡൽ ഓഫീസർക്ക് ഉള്ള ഒരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടത്, നോഡൽ ഓഫീസർക്ക് മുമ്പാകെ പരാതി നൽകാമെന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. നേരത്തെ നോഡൽ ഓഫീസർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നൽകിയിരുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും പരാതികൾ ലഭിക്കുകയാണെങ്കിൽ നോഡൽ ഓഫീസറെ സമീപിക്കാമെന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിക്കൊണ്ട് സാക്ഷികൾ, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകാത്തവർക്ക് നോഡൽ ഓഫീസറെ സമീപിക്കാം. ജനുവരി 31 വരെയാണ് ഇതിനുള്ള കാലാവധി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നോഡൽ ഓഫീസർക്ക് SITക്ക് മുമ്പാകെ ഇതും പരാതികൾ ഹാജരാക്കാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. അപ്പോൾ ഇതിൽ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 50 കേസുകളോളം ഉണ്ടെന്ന് പറയുന്നതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 50 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 4 കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം നോഡൽ ഓഫീസറെ നിയമിച്ചിരിക്കുന്നു. നോഡൽ ഓഫീസർക്ക്, അതായത് ഹേമ കമ്മിറ്റിക്ക് പരാതി നൽകാൻ കഴിയാത്തവർക്ക് ഈ നോഡൽ ഓഫീസർക്ക് മുൻപാകെ പരാതി നൽകാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന ആവശ്യവുമായി നടി രഞ്ജിനിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണനിലേക്ക് വീണ്ടും. ഹരികൃഷ്ണൻ, ഇവിടെ ഈ 50 കേസുകളെന്ന് പറയുമ്പോൾ ഈ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതി ഉൾപ്പെടെ ഉണ്ടോ? ആ നടി നൽകിയ പരാതിയിൽ തുടക്കത്തിൽ 7 പേർക്കെതിരെ, അതായത് മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകുന്നു. പിന്നീട് ബാലചന്ദ്രൻ മേനോനെതിരെ പരാതി നൽകുന്നു. ഒടുവിൽ അവർ കഴിഞ്ഞ ദിവസം നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യം, ഇനി താൻ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, തനിക്ക് നീതി കിട്ടില്ല എന്ന് ഉള്ളതിനാൽ തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ ഇനി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ കേസ് ഉൾപ്പെടെയാണോ സർക്കാർ പറയുന്നതനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട 50 കേസുകൾ? അതെ, ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ തന്നെ ഇതിൽ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ആ കേസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. താരങ്ങളായ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ, ബാലചന്ദ്രൻ മേനോൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ ഈ ആലുവ സ്വദേശിനിയായ നടി പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം തനിക്ക് ആ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പ്രധാനമായും പറഞ്ഞിരുന്നത് തന്നെ പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയാക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ച്
തൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് അതിൽ മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാം, അതുകൊണ്ട് താൻ പരാതി പിൻവലിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ഈ നടി പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കേസുകളിൽ, ഈ 50 കേസുകളിൽ ഈ നടിയുടെ കേസ് ഉൾപ്പെടെയുള്ളത് തന്നെയാണ് കൂട്ടുന്നത്. അതിൽ 9 കേസുകളാണ് ഈ നടി നൽകിയ പരാതിയിൽ നിന്നുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലുള്ളതിൽ നിന്നാണ്, ഈ 50 കേസുകളിൽ നിന്നാണ് 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടി രഞ്ജിനി ഹർജിയിൽ കക്ഷി ചേരൽ നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം മാനിക്കണമെന്നും അത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രഞ്ജിനി ഇതിൽ കക്ഷി ചേരൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായി തന്നെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന പേജുകൾ എത്രയാണ്, അതിൽ 5 പേജുകളോളം പുറത്തു വിട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അതിന്റെ രഹസ്യ സ്വഭാവങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി രഞ്ജിനി ഈ കക്ഷി ചേരൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പേജുകൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യവും ശക്തമായി തന്നെ നിൽക്കുകയാണ്. പ്രധാനമായും പോക്സോ കേസുകൾ ഉൾപ്പെടെ, പോക്സോ കുറ്റങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ആ പേജുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ശക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുകയാണെങ്കിൽ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട ദിവസത്തോടൊപ്പം തന്നെ ആ പേജുകൾ കൂടി പുറത്തു വരികയാണെങ്കിൽ ഒരു കോളിളക്കം പ്രത്യേകിച്ച് ഉണ്ടാവാനുള്ളൊരു സാധ്യതയും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി, അങ്ങനെയുള്ള രഹസ്യ വിവരങ്ങൾ കൂടി രഹസ്യമായി തന്നെ സൂക്ഷിക്കണം, അത് നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി രഞ്ജിനി ഈ കക്ഷി ചേരൽ ഹർജിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രധാനമായും ഈ പേജുകൾ എന്തൊക്കെയാണ്, ഇത് തന്നെയാണ് എപ്പോഴും ഹരീഷനാണ് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെയും 50 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ബലാത്സംഗ കേസിൽ മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എറണാകുളം പോക്സോ കോടതിയുടേതാണ് നടപടി. മാനേജറായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി തന്റെ മൊഴി എടുത്തതാണെന്ന് പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ മോൻസൺ മാവുങ്കൽ, പുരാവസ്തു തട്ടിപ്പുകാരനായിട്ടുള്ള മോൻസൺ മാവുങ്കലിനെതിരെ 4 ബലാത്സംഗ കേസുകളായിരുന്നല്ലോ രജിസ്റ്റർ ചെയ്തത്. നേരത്തെ 2 കേസുകളിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ 3ാമത്തെ കേസിൽ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി 4ാമതൊരു കേസ് കൂടിയുണ്ട്. ആ കേസിലും എന്തായിരിക്കും നടപടി ഉണ്ടാകാൻ പോകുക? ഇപ്പോൾ ഈ കേസിൽ ഏത് സാഹചര്യത്തിലാണ് മോൻസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഡാനി? ടോം, മോൻസൺ മാവുങ്കൽ അദ്ദേഹത്തിൻ്റെ മാനേജറായിരുന്ന പെൺകുട്ടിയെ അവരെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി പിന്നീട് ഗർഭം അലസിപ്പിച്ചു എന്നതാണ് ഈ പരാതിയുമായി വരുന്ന കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മോൻസൺ മാവുങ്കൽ പിന്നീട് 4 കേസുകൾ അയാൾക്കെതിരെ ചുമത്തപ്പെട്ടു. അതിലൊരു കേസായിരുന്നത് അത് അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 കേസുകളിൽ ആദ്യം ഒരു കേസിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ മോൻസൺ മാവുങ്കൽ അപ്പീലിനെ കോടതിയെ സമീപിച്ചിരിക്കുന്നു. പിന്നീട് വന്ന കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിടുകയായിരുന്നു കോടതി ചെയ്തിരുന്നത്. ഈ കേസിൽ വേണ്ടത്ര തെളിവുകളോ കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോൻസൺ മാവുങ്കലിനെ വെറുതെ വിടുകയും ചെയ്തത്. ഇപ്പോൾ അടുത്ത കേസിൽ കൂടി മോൻസൺ മാവുങ്കലിനെ കേസിൽ കൂടി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നതാണ്, വെറുതെ വിട്ടിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് മനസ്സിലാക്കേണ്ടതുമായൊരു കാരണം, ഇയാൾക്കെതിരെയുള്ള ചുമത്തപ്പെട്ട ഈ കേസിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ പെൺകുട്ടി നൽകിയ മൊഴി തന്നെയാണ്. ഈ മൊഴിക്ക് എതിരെ, തൻ്റെതായ മൊഴിക്കെതിരെ തന്നെയാണ് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിലേക്ക് അടക്കം ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നിർബന്ധിച്ച ഈ മൊഴി പറയിപ്പിക്കുകയായിരുന്നു, തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. DYSP ആയിരുന്ന റസ്ട്രം എന്ന് പറയുന്നത് ADGPക്കെതിരെ, അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ADGPക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നിർബന്ധിച്ച മൊഴി പറയിപ്പിക്കുകയായിരുന്നു. ഈ രീതിയിലാവണം എന്ന രീതിയിൽ പറയുകയായിരുന്നു. തനിക്ക് പുറത്ത് വലിയ സമ്മർദ്ദവും ഭീഷണിയും എല്ലാം തന്നെ. പരാതിക്കാരുടെ മൊഴിയടക്കം വിശദമായി പരിശോധിക്കേണ്ടതാണല്ലോ ഡാനി. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു യുവതിയിൽ നിന്നും മൊഴിയെടുക്കുന്നു, മോൻസൺ മാവുങ്കലിനെ ബലാത്സംഗ കേസിൽ പെടുത്തുന്നു. പക്ഷേ ആരാണ് അതിന് പിന്നിലെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ടോ, ഈ യുവതി വ്യക്തമാക്കുന്നുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഇപ്പോൾ ഈ കേസിൽ 3ാമത്തെ കേസിൽ കൂടി, ബലാത്സംഗ കേസിൽ കൂടി മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ ജയിൽ മോചിതനാകാൻ കഴിയുമോ? ഒരു കേസിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതല്ലേ?
മോൺസൺ മാവുങ്കലിൻ്റെ ജയിൽ മോചനം അത്ര കണ്ട് എളുപ്പമാവില്ല. കാരണം ആദ്യത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതിൽ അപ്പീൽ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ വൈകും. 2 കേസുകളിൽ ഇപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി ഒരു കേസിൻ്റെ വിചാരണ കൂടി തുടങ്ങാനുണ്ട്. അത് 4ാമത്തെ കേസിൻ്റെ വിചാരണ കൂടി തുടങ്ങാനുണ്ട്. സമാനമായ കേസിൽ തന്നെയാണ്. അത് അടുത്ത മാസമാണ് അതിൻ്റെ നടപടികളടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അത് നീണ്ടുപോകുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജയിൽ മോചനം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു കേസിൻ്റെ കൂടി ട്രയലടക്കം ഇനി ആരംഭിക്കാനുണ്ട്. ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട്. അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും വേണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇടപെടലുകൾ ആവശ്യമാണ്. ആദ്യം ശിക്ഷിക്കപ്പെട്ട കേസിൽ അപ്പീലടക്കം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികൾ വരും ദിവസങ്ങളിലടക്കം ഉണ്ടാകും. പിന്നീട് ട്രയൽ ആരംഭിക്കാനുള്ളൊരു കേസും കൂടി നിലവിലുണ്ട്. ഒപ്പം ടോം ചോദിച്ച മറ്റൊരു ചോദ്യം, ഇതിൽ ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി എന്ന സാഹചര്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. അവർ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമോ കാര്യങ്ങളോ എല്ലാം തന്നെ നടക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഒരു ഓർഗനൈസ്ഡായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. കാരണം കേരളം വളരെ അധികം ചർച്ച ചെയ്ത വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. അങ്ങനെയെങ്കിൽ ആർക്കാണ് ഈ കേസുകളിലൊക്കെ ഇത്ര താല്പര്യം എന്നതായിരുന്നു, ആരാണ് ഇവരെ ഡ്രൈവ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വരേണ്ടതാണ്. ഒരുപക്ഷെ പെൺകുട്ടി അടക്കം ഇനി ഒരു പരാതി നൽകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിക്കൂടുന്നില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ മോൺസൺ മാവുങ്കലിൻ്റെ അടുത്ത കേസുകൾ നിന്ന് കൂടി അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി 4ാമത്തെ കേസിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങണം. ആദ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെതിരെ ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. 2 കേസുകളിൽ ഇപ്പോൾ മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടിരിക്കുന്ന 4ാമത്തെ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ പോകുന്നു. ആദ്യത്തെ കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോൺസൺ മാവുങ്കൽ കോടതിയെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ മൊഴിയാണ്. തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മോൺസൺ മാവുങ്കലിനെതിരെ പരാതി എഴുതി വാങ്ങി എന്നുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. കോതമംഗലം ഇരുമലപ്പടിയിൽ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്താനാണ് മരിച്ചത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്ന് കുടുംബം മൊഴി നൽകി. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുതുപ്പാലത്തിങ്ങ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ്. ഇവിടെ രാവിലെ അവർ എണീച്ചപ്പോ ബെഡ്റൂമില് കുഞ്ഞുങ്ങൾ 2 പേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ 2 പേരും ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിലും ആയിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത്. രാവിലെ എണീച്ചപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അതിന്റെ നടപടികൾ നടക്കുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ പോലീസിനാണ് അറിയാവുള്ളൂ എന്താണെന്നുള്ളത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഈ സമീപ സ്ഥലങ്ങളിൽ ആലുവയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ ഈ 6 വയസ്സുകാരിയുടെ മരണത്തിൽ മറ്റ് ദുരൂഹതയില്ല എന്ന് കുടുംബം പറയുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ല, മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്നാണ് മാതാപിതാക്കളുടെ മൊഴിയുള്ളത്. ഈ സംഭവത്തിൽ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നത്? ടോം, പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനു വേണ്ടി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാര്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കുടുംബത്തിനെ അതായത് അച്ഛനെയും അമ്മയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നു. ഇവിടെ ഒരു സംശയം ഉയരാൻ കാരണം 6 വയസ്സുകാരിയെ അതിഥി തൊഴിലാളികളുടെ മകളാണ്. 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടിയുടെ സഹോദരിയുടെ കൂടെ മറ്റൊരു മുറിയിലാണ് കിടക്കുന്നത്. അവിടെ രാവിലെ ചെന്നപ്പോഴാണ് കുട്ടി ഇങ്ങനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഉടനെ തന്നെ ഇവർ വാർഡ് മെമ്പറെയാണ് വിളിച്ചറിയിക്കുന്നത്. പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും
തയ്യാറായില്ല തുടക്ക സമയത്ത്. അത് തന്നെയാണ് ഒരു ദുരൂഹത. ഒപ്പം ഈ കുട്ടിയുടെ രണ്ടാം അമ്മയാണ് ഇപ്പോഴുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഒരു ചെറിയ സംശയം പോലീസിൽ ബാക്കി നിൽക്കുന്നത്. അപ്പോഴും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉറപ്പിച്ചു പറയാമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് സാധാരണ പോലെ കിടന്നുറങ്ങിയതാണ്. രാവിലെ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ ഒരു കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ഈ അജാസിന്റെ പൂർവികർ ഉൾപ്പെടെ അവിടെ താമസിക്കുന്നവരാണ്. വർഷങ്ങളായി അവർ ഇവിടെ തന്നെയാണ്. തൊട്ടടുത്തുള്ള എല്ലാവരും പരിചയക്കാരാണ്. കോളനിയിലാണ് താമസിക്കുന്നത്. അവരുടെ സ്വന്തം വീട് തന്നെയാണ്. അവർ ഇവിടെ വീട് വാങ്ങി, കേരളത്തിൽ ഉത്തർപ്രദേശുകാരാണ്, കേരളത്തിൽ വീട് വാങ്ങി താമസിക്കുന്നവരാണ്, ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ നമുക്കറിയാം ടോം, ഈ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കിടയിൽ നവമി സൂചിപ്പിച്ചതുപോലെ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കുട്ടിയുടെ ഈ മരിച്ച കുട്ടിയുടെ രണ്ടാനമ്മയാണ്. ഏതെങ്കിലും രീതിയിൽ ഈ കുഞ്ഞിനെ ഈ മാതാപിതാക്കൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപ് അങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും, ഈ സമീപത്ത് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയമൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല. പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴൊക്കെ അവർ കുട്ടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലും കുട്ടിയുടെ ദേഹത്ത് മറ്റ് മുറിവുകളോ അല്ലെങ്കിൽ പാടുകളോ അസ്വാഭാവികമായി ഒന്നും തന്നെ പോലീസും കണ്ടെത്തിയിട്ടില്ല. പിന്നീട് ഇത് മറ്റേതെങ്കിലും ഈ അറ്റാക്ക് പോലുള്ള കുഞ്ഞു പ്രായത്തിൽ വരുന്നതാണോ എന്ന ഒരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ അതും അറിയാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞിനോട് ഈ മാതാപിതാക്കൾക്ക്, രണ്ടാം അമ്മയ്ക്ക് ഉൾപ്പെടെ വലിയ സ്നേഹമാണെന്ന് കൂടി പറയുന്നുണ്ട്. നാട്ടുകാർക്കും അതിൽ ഒരു എതിരഭിപ്രായമില്ല. എല്ലാവരുമായി സഹകരിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. കുട്ടിയും ഒക്കെ എല്ലാവരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിന് സംഭവിച്ചത്? അത് 6 വയസ്സേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്താണ് ആ ഇതര സംസ്ഥാനക്കാരുടെ മകളായ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാപിതാക്കൾ രണ്ടുപേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്. പ്രാഥമികമായി പോലീസ് ദുരൂഹത സംശയിക്കുന്നില്ലെങ്കിൽ പോലും ആ തലത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾക്കായി കൊടുവള്ളി പോലീസ് മെറ്റയെ സമീപിച്ചു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, കോഴിക്കോട്ടെ ചോദ്യപേപ്പർ വിവാദം അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വീണ്ടും ഇന്നലെ KSU ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. SSLC കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നുവെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടെ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും മുന്നോട്ട് നീങ്ങുന്നത്. അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരിലേക്കാണ് അങ്ങനെ ഒരു സംശയിക്കത്തക്കതായ രീതിയിൽ ഈ MS സൊല്യൂഷൻസിന് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് ആരാണ് എന്ന രീതിയിൽ എന്തെങ്കിലും സൂചനകൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി ലഭിക്കുന്നുണ്ടോ? ടോം, പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ചോദ്യപേപ്പർ ചോർത്തിയത് ആരെന്നതിലേക്ക് കൃത്യമായി അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ള ചില ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ഈ കൊടുവള്ളിയിലും സമീപപ്രദേശങ്ങളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം നേരത്തെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. കാരണം അസ്വാഭാവികമായാണ് അന്നത്തെ ഓണപരീക്ഷയിലും ഈ MS സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻസ്, അവരുടെ പ്രവചനങ്ങൾ കൃത്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അക്കാര്യത്തിൽ പരാതിപ്പെട്ട ചില അധ്യാപകരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇനി അടുത്തത് ഈ MS സൊല്യൂഷൻസിലെ ഉടമസ്ഥനും അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുമൊക്കെയായി അടുപ്പമുണ്ട് എന്ന് കാണുന്ന ചില അധ്യാപകരെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവർക്ക് ഈ MS സൊല്യൂഷൻസിലെ ജീവനക്കാരോ ഉടമയോമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് കണ്ടെത്തും. പ്രത്യേകിച്ചും ഈ സൈബർ സെല്ലിന്റെ
മറ്റും സഹായത്തോടെ ഈ ഫോൺ മുഖേനയുള്ള ബന്ധങ്ങൾ, മറ്റ് പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇതിന് ശേഷമാവും ഈ ഷുഹൈബ് ഈ MS സൊല്യൂഷൻസിൻ്റെ ഉടമയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ. അതിനു മുമ്പായി തന്നെ പ്രാഥമികമായി വിശദീകരണങ്ങൾ തേടി കൃത്യമായ മൊഴി രേഖപ്പെടുത്തി ചോർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് ഏകദേശം സ്ഥിരീകരണമാവും. ആ സ്ഥിരീകരണത്തിന് ശേഷമാവും ഈ സ്ഥാപനത്തിലെ പരിശോധനയും ചോദ്യം ചെയ്യലും ഉണ്ടാവുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് വൈകാതെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് നീളുമെന്നും അറിയാൻ കഴിയുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഈ അശ്ലീല ഉള്ളടക്കം ഈ MS അനീഷ്, സൊല്യൂഷൻസ് ഇവിടെ 2 ചോദ്യപേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അന്വേഷണം. നേരത്തെ KSU ആരോപണം ഉന്നയിച്ചതുപോലെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ വിവാദവും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്, പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ? ടോമ, 2 ചോദ്യപേപ്പർ, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്കുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല പരിശോധിക്കുന്നത്. ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും സമാനമായ രീതിയിൽ തന്നെ ചോർത്തിയിരുന്നു. അന്ന് നിരവധി വിമർശനങ്ങൾ ഉയർന്നെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നെങ്കിലും അന്ന് ചോർച്ച സർക്കാർ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയുണ്ടായില്ല. അന്നും ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഈ MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനം തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ച നടത്തിയത്. കൊടുവള്ളി മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത്. അന്നും ഈ കൊടുവള്ളിയിലെ ചില അധ്യാപകർ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ നീക്കം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും നീങ്ങുന്നു. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ സംസ്ഥാന വ്യാപകമായി KSU ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവും ശക്തമാക്കിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം, ഉന്നതതല അന്വേഷണം വേണമെന്നാണ് KSUവിന്റെ ആവശ്യവും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അമിത്ഷായുടെ